ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗത്ത് ശ്രീരേഖ, അപ്സര, സിജോ ഈ മൂവരും കൂടി ഒരു ചെറിയ കോൺവെർസേഷൻ കാണിച്ചാണ് നിർത്തുന്നത്. അവിടെ ശ്രീരേഖ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണ്, പവർ എന്ന് പറയുന്ന ഒരു സംഭവം മനുഷ്യനെ എത്ര പെട്ടെന്നാണ് മാറ്റിമറിക്കുന്നത്. വ്യക്തികൾ മാറി മറിയുകയാണ്. പവർ എന്ന് പറയുന്ന ഈ സംഭവം മാനുഷിക ബന്ധങ്ങളെ മാറ്റിമറിച്ചു കളയുന്നു, ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതെയാക്കുന്നു. ചില വാക്കുകൾ വായിലൊന്ന് വീഴുന്നത് തിരിച്ചെടുക്കാൻ കഴിയുന്നില്ല. ഒന്നിലും ഇടപെടണ്ട എന്ന് കണ്ട് നമ്മൾ ഗെയിമിൽ തന്നെ നിന്നാലും ചില സമയത്ത് പൊട്ടിപ്പോവുകയാണ്. നമ്മളുമൊക്കെ ഈ അധികാരത്തിലുണ്ടായിരുന്ന ആൾക്കാരല്ലേ, നമുക്കെന്താ ഇതൊക്കെ ചെയ്യാൻ പറ്റാതിരുന്നത്? നമ്മളാരും ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അപ്പോൾ അപ്സര പ്രതികരിക്കുകയാണ്, അധികാരം തലയ്ക്ക് പിടിക്കുന്നതാണ് പ്രശ്നം. അധികാരം തലയ്ക്ക് പിടിച്ചില്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അധികാരം ഒരു മനുഷ്യന്റെ തലയ്ക്ക് പിടിച്ചു കഴിയുമ്പോൾ ചുറ്റുപാടുകളെയൊക്കെ മറക്കും. സ്വിച്ച് ഇട്ടതുപോലെയല്ലേ അൻസിബയുടെ ക്യാരക്ടർ മാറി മറിഞ്ഞത്. ഉടനെ ശ്രീരേഖ പറയുക, അതെ, ഞാൻ ഇങ്ങനെ ഒരാളിനെ ഇവിടെ കണ്ടിട്ടില്ല. വേറെ പറയുന്ന വാക്കുകൾ, ആൾക്കാരെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, വായിൽ നിന്ന് വരുന്ന വേർഡ്സ്, ഇന്ന് ആ ജാസ്മിനെയൊക്കെ പറഞ്ഞത് ഭയങ്കരമായി പോയി. അപ്പോൾ സിജോ പറയുകയാണ്, എനിക്ക് ഏറ്റവും വലിയ സങ്കടമായി പോയൊരു സംഭവം, റസ്മിനി അതിക്രമം കാണിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും കണ്ണുനീര് കവിളിൽ കൂടി ഒലിച്ചിറങ്ങുമ്പോഴും പറയുകയാണ്, ഗസ്റ്റ് പറഞ്ഞിട്ടാണ് അവിടെ പോയിരിക്ക് 2 മിനിറ്റിനുള്ളിൽ അവിടെ പോയിരിക്കണമെന്ന് ഗസ്റ്റ് പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ജാസ്മിൻ കരഞ്ഞുകൊണ്ട് വിളിച്ചു പറയുക. അത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. എത്രയൊക്കെ നമുക്ക് ജാസ്മിനോട് എതിർപ്പുണ്ടെന്ന് പറഞ്ഞാലും ഇതൊന്നും ഒരു കാരണവശാലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കുവാൻ കഴിയുന്ന കാര്യമല്ല. ഈ കണ്ണുനീരൊഴുക്കുന്നത് കണ്ടിട്ട് മൂളത്തരങ്ങൾ കാണിക്കുകയാണ്. അവിടെ ഋഷിയാണ് ജാസ്മിനെതിരെ പൊട്ടിത്തെറിക്കുന്നത്, നിർത്തി പോടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സത്യത്തിൽ അപ്സര പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ്. അധികാരം ഒരു മനുഷ്യനെ എത്രത്തോളം അന്ധത ബാധിച്ച ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിക്കും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് അൻസിബയും കൂട്ടരും. എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത്രയും വിഷലിപ്തമായ ഒരു മനസ്സിന്റെ ഉടമയായി മാറിയത് അൻസിബ മാത്രമാണ്. ബാക്കിയുള്ളവരെ മുഴുവനും അൻസിബ തന്റെ ആധിപത്യത്തിന്റെ കീഴിൽ അമർത്തിക്കളഞ്ഞു. തിരുവായ്ക്ക് എതിർവായില്ല എന്ന് പറയുന്നത് പോലെ അൻസിബ ഒരു വാക്ക് പറഞ്ഞാൽ അതിനപ്പുറത്തോ ഇപ്പുറത്തോ ചലിക്കാൻ പറ്റാതെ ബാക്കി 3 പേരും ആയിപ്പോയി. ഈ കോലാഹലങ്ങൾക്കെല്ലാം ഒടുവിൽ ശ്വേത അവരെ വിളിച്ചിരുത്തിക്കൊണ്ട് സംസാരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അൻസിബയ്ക്ക് അത് എത്രത്തോളം ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല. പക്ഷേ അവർ പറഞ്ഞൊരു കാര്യം ഇതാണ്, നിങ്ങൾ എന്തിനാണ് ഇത്രയധികം പക വെച്ച് പുലർത്തുന്നത്? ഇതൊരു ഗെയിം അല്ലേ? ഇതൊരു ഗെയിം ഷോ മാത്രമല്ലേ? ഇവിടെ ഇന്നലത്തേതും മെനഞ്ഞാന്നത്തേതും എല്ലാം നിങ്ങൾ എടുത്തുകൊണ്ട് വരികയാണ്. നിങ്ങൾ ഇന്നത്തെ കാര്യം സംസാരിക്കുക, ഇന്നത്തെ ഗെയിമിനിടയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറ. കഴിഞ്ഞ മാസം മുതലുള്ള കാര്യങ്ങൾ എന്തിനാണ് നിങ്ങൾ അനാവശ്യമായിട്ട് ഇതിനകത്തേക്ക് വലിച്ചിട്ട് കൊണ്ടുവന്ന് വലിയ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? ഈ പേഴ്സണൽ ഗ്രഡ്ജുമായിട്ട് എന്തിനാണ് ഇതിനകത്ത് തുടരുന്നത്? ഇതൊരു ഗെയിം ഷോ മാത്രമല്ലേ? പേഴ്സണൽ ഗ്രഡ്ജിന്റെ കാര്യം പറയുമ്പോൾ അൻസിബയെ മാത്രം നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. എല്ലാ ആൾക്കാരിലും ഇതൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും കിടപ്പുണ്ട്. അതെല്ലാം ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ പുറത്തു ചാടുന്നതും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും ഇത്രയധികം ദുഷിച്ച ഒരു പവർ ടീമിനെ ഇതുവരെയും നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും മാരകമായിട്ടുള്ള പവർ ടീം വെളിപ്പെട്ടത് പവർ ടീം മെമ്പറായിട്ട് സിബിനെ തെരഞ്ഞെടുത്ത ആ സമയത്താണ്. എങ്കിൽ പോലും അത് ജനങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന രീതിക്ക് അപ്പുറത്തേക്കൊന്നും പോയിരുന്നില്ല. പക്ഷെ ഇത് മനുഷ്യനെ തകർത്ത് കളയുന്നതാണ്. മനുഷ്യ മനസ്സിന്റെ താളം തെറ്റിച്ച് കളയുന്നതാണിത്. കൺഫെഷൻ റൂമിൽ വെച്ച് ജാസ്മിനോടും റസ്മിനോടും കൂടി ബിഗ് ബോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് വെറും ഒരു TV ഷോ മാത്രമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ എന്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. നിങ്ങൾ അത് മറന്നിട്ടാണ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയും ഇത് ആവർത്തിക്കാൻ പാടില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിത്വമില്ലാത്ത ഒത്തിരി ആൾക്കാർ അതിനകത്തുണ്ട്. അതുതന്നെയാണ് പല ആൾക്കാരുടെയും വിജയവും. വ്യക്തിത്വമില്ലാത്തവർക്ക് മറ്റുള്ള വ്യക്തികൾ പറയുന്നത് കേട്ട് തുള്ളാൻ മാത്രമേ കഴിയുകയുള്ളൂ. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം റസ്മിൻ തന്നെയാണ്. ഇത്രയും നാളും ജാസ്മിന്റെയും ഗബ്രിയുടെയും അജ്ഞാനുവർത്തിയായി അടിമയായിട്ട് നടന്നു. അതിനകത്തൊന്ന് ചാടി നോറയുടെ കീഴിലേക്ക് പോയി. നോറ നല്ല ഒന്നാം തരമായിട്ട് കഴിഞ്ഞ ദിവസം തേച്ചു വിട്ടു. ഇപ്പോൾ അവസാനം അൻസിബ എന്ന വ്യക്തി ഒരു വലിയ നുകമെടുത്ത് തന്റെ ചുമലിൽ വെച്ചിരിക്കുകയാണ് അൻസിബയുടെ അടിമപ്പണി ചെയ്യുവാൻ വേണ്ടി. ബിഗ് ബോസ് എന്ന ഒരു ഗെയിം ഷോയിലേക്ക്, ഒരു റിയാലിറ്റി ഷോയിലേക്കാണ് ഇവർ വന്നിരിക്കുന്നത് എന്നുള്ളത് ശരിക്കും ഇവർ മറന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ അവർ പരസ്പരം കടിച്ചു കീറുവാൻ വേണ്ടി നിൽക്കുന്ന ചെന്നായ്ക്കളെ പോലെ മാറിയിരിക്കുകയാണ്. അതിന്റെ കാരണം ഇത് റിയാലിറ്റി ഷോയ്ക്ക് അപ്പുറത്ത് ജീവിതമാണ് എന്നുള്ള തെറ്റിദ്ധാരണയിലേക്ക് ഇവർ എത്തിയിരിക്കുന്നു. ഇവരെ നോക്കിക്കൊണ്ടാണ് ഇന്ന് ശ്വേത പലയാവർത്തി പറഞ്ഞത്, നല്ല ഒന്നാം തരം ഗെയിമേഴ്സ് ആണ്, സൂപ്പർ ഗെയിമേഴ്സ് ആണ് നിങ്ങളെന്ന്. ഇവരൊന്നും ഒരു ഗെയിമേഴ്സും അല്ല, ഇവർക്ക് പറ്റിയ പണിയും ഇതല്ല എന്നുള്ളത് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. 5 സീസൺ കഴിഞ്ഞു, 6ാം സീസണിലാണ് എത്തി നിൽക്കുന്നത്. ഈ കഴിഞ്ഞ 5 സീസണിലേക്ക് നിങ്ങൾ നോക്കിയാൽ ഇത്രയും തരം താഴ്ന്ന നിലവാരമില്ലാത്ത ആൾക്കാരെ അവിടെ എങ്ങും നമുക്ക് കണ്ടെത്താൻ കഴിയുമായിരുന്നില്ല. ബിഗ് ബോസ് മലയാളം സീസൺ 6 റെക്കോർഡായി മാറിയിരിക്കുകയാണ്. അടിയുടെയും പകയുടെയും വെറുപ്പിന്റെയും എല്ലാം കാര്യത്തിൽ എല്ലാ റെക്കോർഡുകളെയും ഭേദിച്ച് അതിശക്തമായിട്ട് ഈ സീസൺ മുന്നേറുകയാണ്. ഇനിയുമുണ്ട് 10-40 ദിവസങ്ങൾ മുൻപിൽ. എന്താകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം.